നീ എവിടെ പോയി? റേഷൻ കടയിൽ പോയതാണോ? അവിടെ ഉണ്ട്. ചോറും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാണ്ട് ഊണ് കഴിച്ചിട്ട്. എന്റെ അമ്മേ, ഉച്ചയായാലോ അനുമ്പോ ഊണ് കഴിച്ചാ? അതിനെ നേരത്തെ കഴിക്കൂലേ? അവന് പോയിക്കൂടെ റേഷൻ കടയിലൊക്കെ? പോയിക്കോണം. ഒരു നിലയിലെത്തുന്ന മനുഷ്യനാ. അതിന് ഇനി ഞാൻ റേഷൻ കടയിൽ ക്യൂ നിർത്താൻ നിൽക്ക്. നീ എന്നാണ് പഴി കളയണത്? ക്ലീറ്റാനെ പറയണ. നീ വെറുതെ പോകണ്ടല്ലോ പുറത്തോട്ട്. എനിക്ക് ഇച്ചിരി അരി മേടിച്ചു തരാൻ നിന്നെ കൊണ്ട് പറ്റൂലേ? ഞാൻ വെറുതെയാണോ പോണത്? ഞാൻ രാവിലെ ജോലിക്ക് പോകണല്ലേ, ഉച്ച ഊണ് കഴിക്കാൻ വന്നതല്ലേ. ഇനി അഥവാ നിനക്ക് സാധനം വേണം ഞാൻ മേടിച്ചോണ്ട് വരാന്നല്ലോ. നീ വെയിലത്തിറങ്ങി പോണായിരുന്നോ? നമ്മള് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കൊറേ ആയില്ലേ മോനെ. ആരടാ? ഇതെന്തെങ്ങനെ? ഇങ്ങനെയാണ് അവനല്ലേ? ഒന്ന് വിളിച്ച നാടകത്തിൽ വരുന്നത് രണ്ടുപേര് കാണാൻ വന്നേക്കണോ? മറ്റു രണ്ട് പ്രമുഖന്മാർ. പടിയുണ്ട് അവിടെ. നിന്റെ അവിടുത്തെ ഫാൻസി ഡ്രസ് പരിപാടി ഇന്നായിരുന്നല്ലേ? ആർക്ക് കിട്ടി പ്രൈസ്? നിനക്കാവനാ? മിസ്റ്റർ ക്ലീറ്റസ്, പണത്തിന് മേൽ പരുന്തും പറക്കില്ല. പണത്തിന് മേൽ പരുന്തും പറക്കില്ല. ഒരു പരുന്ത്. അയ്യോ, അത് പരുന്നല്ല, കാക്ക കേട്ടാ, കാക്ക. ക്ലീറ്റസേ, ഞങ്ങളുടെ നേതാവിനെ കളിയാക്കരുത്. ഞാൻ ക്ലീറ്റസ് നേതാവ്? അതൊക്കെ പണ്ട്. ഇപ്പോ ഈ നിൽക്കുന്ന നേതാവാണ് ഞങ്ങളുടെ നേതാവ്, അൻസാർ നേതാവ്. നീ അവനെ വെറുതെ കിടന്ന് കളിയാക്കേണ്ട കാര്യമില്ല. ഞാനൊരു പുതിയ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നടരാജനുണ്ട്. നിനക്കും എൻ്റെ പാർട്ടിയിൽ ചേരാം. വെറുതെ ആ പാർട്ടി ഓഫീസിൽ പോയിരുന്ന മൂട്ടടി കൊള്ളുന്ന എന്തിനാണ്? എൻ്റെ പാർട്ടിയിൽ ചേർന്നാലുണ്ടല്ലോ നിനക്ക് പണം, പ്രശസ്തി എല്ലാം ഉണ്ടാവും. ഉണ്ടാവല്ലോ. പണം, പ്രശസ്തി എല്ലാം ഉണ്ടാവും. പാർട്ടി ചേർന്ന പുറത്ത് പണിയെടുത്ത് വിളിയിട്. എടാ നടരാജ, നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് നമ്മുടെ പാർട്ടി അങ്ങനെ തള്ളി പറയാമോ? അതൊക്കെ പണ്ട്. ക്ലീറ്റസ്, നീ ഒരു കാര്യം ചെയ്യും. ഇതൊരു അഡ്വാൻസ് പിടിക്കിങ്ങോട്ട്. നിനക്ക് മനമാറ്റം ഉണ്ടായാൽ ഇതിന്റെ കട്ടി ഇനിയും കൂടും. നടരാജ, ഇത് പിടിക്ക്. അപ്പം ആലോചിച്ചിട്ട് വിളിക്കും. ഓക്കെ? കാണാം മിസ്റ്റർ ലൈമാൻ. ബായ്, നമുക്ക് കാണാം. ഈ അല്പനർത്ഥം കിട്ടി അർത്ഥനാർത്ഥി കുട പിടിക്കുന്ന പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു പാവം ക്ലീറ്റ്. ഒരു പാത്രത്തിൽ ഉണ്ണുന്ന്, ഒരു വായിൽ ഉറങ്ങുന്ന്, വീട് വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട. ആഹാ, ഇപ്പം എല്ലാം പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അല്ല, അവർക്കൊക്കെ ബോധമുണ്ട്. എനിക്ക് അന്ന് മുതലേ തോന്നിയിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടു. എന്തായാലും ആവശ്യത്തിന് കാശായി, കാറായി, പേരായി, പ്രശസ്തിയായി. എനിക്ക് തോന്നണം നമുക്ക് ഇനിയും വൈകിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിന് ഇവിടെ നല്ല അത്യാവശ്യമുണ്ട്. ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു പാർട്ടിയിൽ നടക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാ ഞാൻ നോക്കിയിട്ട്.
ബെർത്തറി ഇതിനിപ്പോ നിർത്തണേ, ഞാനുള്ള കാര്യല്ലേ പറഞ്ഞു. അതെ, ക്ലീറ്റോ പാർട്ടിയെ സ്നേഹിച്ച വളർത്തിയതൊക്കെ കാശിന് വേണ്ടിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നേ വലിയ ആളാവായിരുന്നു. അതിന് വലിയ ആളാവാൻ നിങ്ങളുടെ പാർട്ടിനെ കൊണ്ട് എന്ത് സാധിക്കും? ഇന്ന് വരെ നാടിന് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? വീടിന് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ഭൂമിക്ക് ഭാരമായിട്ടൊരു പാർട്ടി, അതിനകത്ത് പ്രമുഖനാണെന്നും പറഞ്ഞ് 2-3 പേര്, അതിനകത്ത് 2 പേർക്ക് ബോധം ഉദിച്ച് അവർ രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ വളർന്ന് 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 യഥാർത്ഥത്തിൽ പ്രമുഖന്മാരാവും. അപ്പോഴീ പഞ്ചായത്തിൽ കൂടി തേരാപ്പാര എൻ്റെ ക്ലീറ്റോ നടക്കേണ്ടി വരുന്നത് കാണുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പാർട്ടി ആർക്കും ആവശ്യമില്ല എന്നുള്ളത് പരമസത്യമാണ്. പിന്നെ കാശിന് വേണ്ടിയിട്ടല്ല എന്ന് പറയണു. അപ്പൊ ഈ പാർട്ടിയിൽ നിന്നപ്പോ കൈക്കൂലി മേടിച്ചതൊക്കെയോ? ആൾക്കാരെ പറ്റിച്ച് മറ്റെന്താ രസീത് ബുക്കിന്ന് അത് പറ്റിച്ച് ഇത് പറ്റിച്ചൊക്കെ പൈസ പിടുങ്ങിയതോ? അപ്പൊ അതിന് പൈസ അല്ലായിരുന്നോ? വലിയ ജാടയൊന്നും കാണിക്കാതെ അൻസാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും. അതല്ലെങ്കിൽ ഇവിടെ ഇരിക്കും ഈച്ചനെയും പിടിച്ച്. മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല, എന്തെങ്കിലും പറവാ തുറന്ന്. കൂടെ നടന്നവരൊക്കെ അതേ പേര് ക്ലീറ്റസ് എന്ന് നേതാവെന്ന് തിരിച്ചു വിളിക്കാത്ത, തികച്ചു വിളിക്കാത്ത ആൾക്കാരാ. വെള്ളം ഇട്ട് ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോയിരുന്ന് ഈച്ചനെ പിടിക്കേണ്ടി വരുമല്ലോ. വേഗം മാറിക്കോട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാ. 3 പേര് പാർട്ടിയിലുണ്ടായിട്ട് ഒന്നും നടന്നില്ല. ഞാൻ കാര്യല്ലേ പറഞ്ഞത്. അതെ, കൊണ്ടുപോയി നീ ആ പാർട്ടി ചേര്. നിന്റെ തൊഴിലുറപ്പിൽ അവളുമാരുണ്ടല്ലോ, അവളുമാരുടെ കൂട്ടിക്കോ. പാർട്ടി വളരട്ടെ. കളിക്കുന്നു. കയ്യിലിരിപ്പും കൂടെ നന്നാവണം. ഏട്ടാ, ക്ലീറ്റോ ചേട്ടൻ എങ്ങോട്ടോ പോയിട്ട് കാണുന്നില്ല. കാണുന്നില്ലേ? നാത്തൂനായിട്ട് വഴുകിട്ട് എങ്ങോട്ടോ പോയതാ. വൈകുന്നേരം അല്ലേ ഉള്ളൂ, രാത്രി നായരല്ല. കുറെ നേരമായി പോയിട്ട് വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. കാണാനില്ല. ഈടാ ആരാണെങ്കിലും പറഞ്ഞു പോവില്ലേ, എന്നെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മുടെ അൻസാർ വന്നില്ലേ? അപ്പം പൈസ കൊടുത്തായിരുന്നല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്ന്, നീ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വെറുതെ തമാശക്ക് ഇച്ചിരി കളിയാക്കി. നീ കളിയാക്കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഞാൻ കളിയാക്കിയപ്പോൾ അത് വിഷമായി എന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു നീയും കൂടി ഇങ്ങനെ തുടങ്ങിക്കോ, എന്നെ ആരും മനസ്സിലാക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പൈസ ദേഷ്യത്തിൽ എൻ്റെ കയ്യിൽ വെച്ച് എന്നിട്ട് പോയി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? എനിക്കതല്ലടാ, എനിക്കൊരു പേടി. ഇതിൽ കടം കൈയും ചെയ്യുമെന്നുള്ളതാ. പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയില്ലേ, അത് സഹിക്കാൻ പറ്റില്ല ക്ലീറ്റോന്. ഇതാ കുഴപ്പം. നീയൊക്കെ ഇങ്ങനെ ക്ലീറ്റോന് ഒരു വിലയും കൊടുക്കൂല, അതുകൊണ്ടാണ് ക്ലീറ്റോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതെ, നീ ആവശ്യമില്ലാതെ കളിയാക്കിയില്ലേ ക്ലീറ്റോനെ ആദ്യം. അതല്ല, ഞാൻ കളിയാക്കിയ ക്ലീറ്റോ ക്ഷമിക്കും. നീ പറഞ്ഞത് വിഷമായിട്ടാ ക്ലീറ്റോ പോയി കളഞ്ഞത്. ഒന്ന് ചെന്ന് നോക്കടാ. കുളിക്കണ എന്ത് കാര്യത്തിനാ? പോയി നോക്കണേ. ഇനിയിപ്പോ കുളിക്കണ എന്തിനാ? ഞാൻ വെറുതെ പോണ, ജോലിക്ക് പോണല്ലേ, ജോലി കഴിഞ്ഞിട്ട് വന്നല്ലേ. എനിക്ക് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കൂലല്ലോ. എന്തെങ്കിലും പറഞ്ഞ ചായ അല്ലേ പോയിട്ടില്ല. എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നോളൂ. भैया जी, हेलो भैया जी, और जूस कटा। भैया जी, तमिलनाडु से आता है, अच्छा है, ये हेल्थ के लिए बहुत अच्छा है।
എൻ്റെ പൊന്നണിയാ വേണ്ട. ഇപ്പം എനിക്കൊന്നും തിന്നാനും കുടിച്ചാലും ഇറങ്ങൂല. എൻ്റെ മാനസിക സെയിൽ കുറവാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് കുടിക്കണോ? എനിക്ക് വേണ്ടെന്ന് പറയില്ല. എൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഒന്നും ചെല്ലൂല. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തല്ലേ പോലെ നീ എന്തോ നഷ്ടപ്പെട്ടാണ് കേൾക്കുന്നത്. ഭയ്യ 3 ജ്യൂസ് എടു. അതെ, എനിക്ക് നിങ്ങളുടെ ജ്യൂസ് ഒന്നും വേണ്ട. അളിയാ ഒരു ജ്യൂസ് കൂടി പൈസ ഞാൻ കൊടുത്തോളാമെന്ന്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അളിയാ അതാ ഇത് കണ്ട, അതാ ഇവനൊരു സ്വർണ്ണമാല മേടിക്കാൻ പോയതാണ്. ഞങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലേ എല്ലാവർക്കും സ്വർണ്ണമാല മസ്റ്റാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണ്. അളിയ ഞാൻ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയട്ടെ. ആ പാർട്ടി ഓഫീസ് കൊടുക്കുന്നു സാറേ. ഇതേ പാർട്ടിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ കഴുക്കോലൂരാണെന്ന് നോക്കണ്ട കേട്ടാ. എടേ ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ. എടേ ഞാൻ ഒരു കാര്യം നിൻ്റെ അടുത്ത് പറയാം. അവസാനം ഈ പാർട്ടി ഓഫീസിന്റെ കഴുക്കൂലൂരി വിൽക്കേണ്ട അവസ്ഥ നിനക്ക് വരരുത്. എടാ, എവിടെന്നോ കുറച്ച് പൈസ വന്നെന്ന് പറഞ്ഞിട്ട് ഇനി പാർട്ടിയെ കുറിച്ച് നീയൊക്കെ എന്തായാലും പറഞ്ഞു ഓടിച്ചതിന്റെ കരണം ഞാൻ പൊളിക്കും കേട്ടാ. ചൂടാവുന്ന ക്ലീറ്റസേ, അൻസാറിന് പറയുന്നത് കേക്ക്. എടേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ നിന്നെ കൂട്ടിയില്ല എന്ന് നാളെ നീ പരാതി പറയരുത് കേട്ടോ. ഓ, നല്ല കാലം വന്നെങ്കിൽ നിങ്ങളങ്ങ് അനുഭവിച്ചോ കേട്ടാ. ഭയ്യ ജ്യൂസ് ക്യാൻസൽ. ഇതാ ഒരു 500 രൂപ അവന് കൊടുത്തേക്ക്. അപ്പം അളിയാ പോട്ടോ. ചെല്ല് ചെല്ല്. ഓക്കെ, കാണാം. കാണണം. മിസ്റ്റർ ക്ലീറ്റസ്, ഞാൻ പ്രധാനമന്ത്രി ആയാൽ എന്റെ പി ആവുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. പോടാ, പോടാ, പോടാ. നാത്തൂനെ നാത്തൂനെ നീ ഇങ്ങോട്ട് വന്നേ. വാ, ആരാ വന്നേക്കുന്ന നോക്ക്. എന്താ ക്ലീറ്റോ ഇത്? ക്ലീറ്റോ നീ ഫോൺ ചെയ്യുമ്പോ എടുത്താലെന്താ വഴക്കിട്ടു? നിന്നോട് വഴക്കിട്ടിട്ട് പോയൊന്നുമല്ല. അവൻ്റെ പാർട്ടിക്കാരവനെ ഒറ്റപ്പെടുത്തിയതിന് വിഷമമാണ്. എന്നാലും അവന്മാരെങ്കിലും ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലേ. ഇതാ ഒരു പരിധിക്കപ്പുറം ആരെയും അടുപ്പിക്കരുത്. ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം അത്. ഒരു 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 എപ്പോഴും ഒരു ഇത് അകലം സൂക്ഷിക്കണം നമ്മൾ. അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും വെറുതെ ആവശ്യമില്ലാതെ. ക്ലീറ്റോ പാർട്ടിയിൽ എല്ലാവരും പൊക്കോട്ടെ. ഇനി ആരും ഇല്ലെങ്കിൽ ഞാൻ ചേരാൻ നിങ്ങളുടെ പാർട്ടിയിൽ മതിയോ? നീ അങ്ങനെയൊന്നും വിഷമിക്കല്ലേ നീ. ഇപ്പോൾ അതിനെന്ത്, നിന്റെ പാർട്ടിക്ക് സ്ട്രെങ്ത് കൂടാൻ നമ്മളൊക്കെ ഉണ്ട്. തങ്കം ചേർന്നു, ഇപ്പോൾ ജവന്തി ഉണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മാവനുണ്ട്. ഇനി ഒന്നും വേണ്ട, നമുക്ക് ഫാസലിനെയും അവൻ്റെ ഉമ്മയും അവൻ്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടെ ചേർക്കാം നമുക്ക്. 10 പേരായിട്ട് ഇപ്പൊ തന്നെ. അത് പോരെ എനക്ക്. ധൈര്യമായിട്ട് നീ അങ്ങനെ വിഷമിക്കല്ലേ. ഇനി ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യണേ നമുക്ക്. ഈ അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഈ ബില്ല് അടയ്ക്കാൻ വരുന്നുണ്ട്, ക്യാഷ് അടയ്ക്കാൻ വരുന്നുണ്ട്. അവരോട് ചേർക്കാം നമുക്ക് ഈ പാർട്ടിയിൽ. ചേരുമല്ലോ, അതൊന്നും കുഴപ്പമില്ലല്ലേ. അതൊന്നും വേണ്ട, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. അതിനിപ്പോ സംശയം എന്താണ്? എടാ നിനക്കൊരു ആവശ്യം കാര്യം പറഞ്ഞ് നമ്മള് വഴക്കൊക്കെ കൊടുക്കില്ലല്ലേ. അതിനകത്ത് അപ്പൊ ഈ തമ്മിത്തല്ലൊക്കെ വെറുതെ ആണല്ലേ, സ്നേഹമുണ്ട്. അത് നിനക്ക് ഇതിൽ അറിഞ്ഞില്ലായിരുന്നു? ആവശ്യം വന്ന് ഞാൻ കൂടെ ഇല്ലേ, എന്റെ അളിയനല്ലേ അവൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പൊ അളിയൻ വിഷമിക്കരുത്. അളിയന്റെ പാർട്ടിയിൽ ആളില്ല, ആള് കുറവാണെന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നേരത്തെ 3 പേരിലുണ്ടായിരുന്നു ചേർത്ത്. ഇപ്പൊ നമുക്ക് അളിയനുണ്ട്, തങ്കമുണ്ട്, ജമന്തിയുണ്ട്, അമ്മയുണ്ട്, അമ്മാവനുണ്ട്, ഫാസിലുണ്ട്, ഫാസിലിന്റെ ഉമ്മയുണ്ട്, ഫാസിലിന്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഇത്രയും പേര് പോരെ? കട്ടൻ കുടി, ഉഷാറാവട്ടെ. ക്ലീറ്റോ കട്ടൻ ചായയാണ്. എനിക്ക് ഒന്നും വേണ്ട, ആഹാരമൊന്നും കഴിച്ചാൽ ഇറങ്ങില്ല. ഞാനേ ക്ലീറ്റോനോട് ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും പട്ടിണി കിടന്ന ശരീര സൗന്ദര്യം പോകും. ക്ലീറ്റോ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്നത് വിവരം കൊണ്ടല്ല, ഈ ശരീരം കൊണ്ടാണ്. അത് ഓർത്തോ. ഇനി ഒരാൾക്കും വേണ്ടാണ്ടാവും. എൻ്റെ മനസ്സ് എനിക്കാകെ ക്ലീറ്റോ ബോധമില്ലാത്ത 2 അണികൾ പോയി നോർത്ത് ക്ലീറ്റോൻ എന്താ?
എൻ്റെ 2 ഇടവും വലവും കൈകളാ പോയത്. ഞാനില്ലേ തങ്കം, ആ ഒന്ന് വന്നേ. എന്തരാ വാ. ലിറ്റാ, ഓ വാ വാ, ഓടി വാ. എന്തേ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ അവിടെ എന്ത് ചെയ്ത് അറിയാം വാ. അവിടെ ഇന്നത്തെ പത്രം വായിച്ചോ? പത്രം വായിക്കാറില്ലല്ലോ. കള്ളനോട്ട് കേസിൽ പാർട്ടി നേതാക്കൾ അറസ്റ്റ്. പരിചയമുള്ള ആളെ നോക്കിയാണ് ഇവിടെ കണ്ടുണ്ടോ എവിടെയെങ്കിലും? പരിചയമുണ്ടോ നോക്ക്. വേണ്ടടി, അൻസാറും നടരാജനും. അതെ, എനിക്ക് അപ്പോഴേ തോന്നി കളിയാ യോമാരി നെകളിക്കുന്നതിന്റെ പിന്നിൽ എന്തോ കൂടായ്പുണ്ടെന്ന്. എന്തായാലും നന്നായില്ലേ? നന്നായി. എന്തൊക്കെയായിരുന്നു എൻ്റെ മുമ്പിൽ കാണിച്ചത്. എൻ്റെ പാർട്ടി ഓഫീസ് വിലക്ക് വേണമെന്ന് വരെ. അല്ലടിയാ എടി, അവൻ എൻ്റെ കയ്യിൽ ഒരു 5000 രൂപ വന്നില്ലേ? ആ പൈസ എന്ത് ചെയ്ത്? ഒരു കള്ളനോട്ട് കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ക്ലീറ്റസുമായിട്ട് പണമിടപാടുണ്ടെന്ന്. ശരിയാണോ ക്ലീറ്റസ്? അവരെയും കൊണ്ടുവാ. പാർട്ടിയിലുണ്ടായിരുന്നവരായിരുന്നു. ഈ പാർട്ടി ക്ലീറ്റ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പൊ അതിന്റെ സജീവ പ്രവർത്തകരായിരുന്നു അവർ രണ്ടുപേരും. പക്ഷെ അവർക്ക് പുതിയ എന്തൊക്കെയോ ഓഫർ കിട്ടിയപ്പോൾ അവർ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതിന് ക്ലീറ്റ് പോയി അവർ നിർബന്ധിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ പുള്ളി അതിന് തയ്യാറായില്ല. കാരണം പുള്ളി ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ. അപ്പോൾ അതിന്ന് പുള്ളി അങ്ങനെ കാലുമാറുന്ന ഒരാളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്തതാണത്. അല്ലാതെ അങ്ങനെയൊന്നും സാമ്പത്തിക ഇടപാടോ അങ്ങനെയൊന്നുമില്ല. ഏതാ ക്ലീറ്റസ് വീട്? അതാ സാർ, അതാണ്. ഒന്ന് സെർച്ച് ചെയ്തേ. സാർ അങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല. അവർ പറഞ്ഞത് ശരിയാണ്. പൈസ കൊടുത്തിട്ടുണ്ട് സാർ. പൈസ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. ക്ലീറ്റസിനെ കരിവാരി തേക്കാനുള്ള പരിപാടിയല്ലേ ഇത്? അങ്ങനെയൊന്നുമല്ല സാർ. പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലല്ലോ. അതായത് സാർ അവർ കുറെ പൈസ കൊടുക്കാം, വേറെ എന്തൊക്കെ മാല മേടിച്ചു കൊടുക്കാം, അങ്ങനെ കുറെ ഓഫറുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ക്ലീറ്റോ അതിന് വേണ്ട, എനിക്ക് പൈസ വേണ്ട, നിങ്ങളുടെ പാർട്ടിയും വേണ്ട, എനിക്ക് എൻ്റെ പാർട്ടിയാണ് വലുതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ക്ലീറ്റോയുടെ നിലപാട്. ഞാനങ്ങനെ പറഞ്ഞു. മനഃപൂർവ്വം അവരിപ്പോ എന്താടാ വരിപ്പിക്കുന്നേ? കഥകളി പഠിച്ചിട്ടുണ്ടോ? കണ്ണും കലാശവും ഒക്കെ കാണിക്കുന്നു. എന്താടോ? അവിടെ ഒന്നുമില്ല സാർ. വരെ കൊണ്ടിരുത്. ബാക്കി അവിടെ ചെന്നിട്ട് തരാം. പോലീസിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. വരണം. ആ കോട്ടെ. ആ പൈസ എന്ത് ചെയ്തു? പൈസ എവിടെയാണ്? പൈസ ഒക്കെ ഞങ്ങൾ ചെലവാക്കി. എന്തിന്? അതൊക്കെ ഉണ്ട്. കാര്യം പറ. ഞാൻ ചെലവാക്കി. പാലിന്, പത്രത്തിന്, പലചരക്ക് കടയിൽ, കറണ്ട് ചാർജ്, ഇതെല്ലാം അടയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. ഞാൻ ചിലവാക്കാൻ പറ്റുമോ? ഭാഗ്യത്തിന് ഞാൻ ആ പൈസ കൊണ്ടുപോയി ആദ്യം പോയത് കറണ്ട് ചാർജ് അടയ്ക്കാൻ തന്നെയായിരുന്നു. നമ്മുടെ ഓഫീസിൽ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോളെ ഇതൊന്ന് അടച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിക്കാം, കറങ്ങടെ ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇത് കള്ളാവട്ടാ, ഇത് കൊണ്ട് അടക്കരുതെന്ന്. അപ്പം ബില്ല് അടച്ചില്ലേ? നീ അടച്ചെന്നല്ലേ എന്നോട്? കറണ്ട് ചാർജ് അടച്ചു, പാലിൻ്റെ പൈസ കൊടുത്തു, പത്രത്തിൻ്റെ പൈസ കൊടുത്തു, പലചരക്കടയിലെ പൈസ കൊടുത്തു, എല്ലാം കൊടുത്തു. ആ പൈസ എവിടെ നിന്ന്? അതെൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു. അല്ല എന്നെ എവിടുന്ന?
മറ്റേ പൈസ അത് ഇവിടെ ഇരിപ്പുണ്ട്, വേണോ? നീ അത് കത്തിക്കാനേ ഉള്ളാവൂ. അളിയ വന്നതും പോയതൊക്കെ അളിയും മറക്കണം. അളിയെല്ലാം മറന്നു, പക്ഷെ ഞാൻ ഒന്നും മറക്കൂല. ആദ്യം മുതലുള്ള എല്ലാ കാര്യവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ചും കൂടെ മാറിയിരിക്കും. എവളെ ഓർത്തിട്ടാ ഞാനെല്ലാം ചെയ്യുന്നത്. പിന്നെ അളിയെ മറക്കുന്ന കൂട്ടത്തിൽ എൻ്റെ 5000 രൂപ മറന്നു പോരുത്. അത് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചേരണം. Versus Alien.